ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഹൈക്കോടതിയെ വിശ്വാസമാണ്, ഞങ്ങൾക്ക് SITയെ വിശ്വാസമാണ്. പക്ഷെ SIT നടത്തുന്ന അന്വേഷണത്തിൽ ശ്രീ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് KC വേണുഗോപാൽ പറഞ്ഞത് തന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു മൂവ്മെന്റ് SIT നടത്തുന്നുണ്ടെങ്കിൽ അത് വിത്ത് പെർമിഷൻ ഓഫ് ദി ഹൈക്കോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ സീൽഡ് കവറിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി ഓരോ 15 ദിവസവും കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീടുള്ള 15 ദിവസം അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് കൃത്യമായ ക്ലിഞ്ചിങ് എവിഡൻസ് ഇതിൽ പലരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുമ്പോഴാണ് ചോദ്യം ചെയ്യുന്നത്. വീണ്ടും ചോദ്യം ചെയ്യും, പിന്നെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും, പിന്നെ പ്രതിപട്ടികയിൽ വരും. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇപ്പൊ തന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിവരങ്ങൾ ആദ്യം പുറത്തു വന്നു. പക്ഷെ അത് സാധൂകരിക്കാൻ വിവരങ്ങൾ ആയിട്ട് രേഖാമൂലം പുറത്തു വന്നില്ല. കാരണം രേഖാമൂലം പുറത്തു വന്ന അദ്ദേഹം അതിൽ നിന്ന് സേവ് ആവാൻ പല ശ്രമങ്ങൾ നടത്തും. പല തവണ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അദ്ദേഹം സമർപ്പിച്ചപ്പോൾ പോലും വളരെ ജാഗ്രതയോടെയാണ് SIT പ്രവർത്തിച്ചത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തെ വളർത്തിയത്. ഇപ്പൊ 2004 ശബരിമലയിൽ കയറിയപ്പോൾ UDF ആരാണ് ദേവസ്വം മന്ത്രി, അതിനുശേഷം അദ്ദേഹം ശബരിമലയിൽ നിന്ന് പുറത്തുപോയി. 2011 ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും വന്നപ്പോൾ വീണ്ടും ശബരിമലയിൽ കയറി. 2012 അവിടെ നടന്ന ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം 2013 അദ്ദേഹം വീണ്ടും തിരിച്ചു കയറി. പിന്നെ തന്ത്രിയുടെ ആളായിട്ട് വീണ്ടും തിരിച്ചു കയറുന്നു, തന്ത്രിയുടെ മെയിൻ ആളായിട്ട് മാറുന്നു. ഘട്ടം ഘട്ടമായിട്ട് അന്വേഷിക്കട്ടെ.